ഉപരിപ്ലവമായതിൽ നിന്നും ഉദാത്തമായ ക്രൈസ്തവ മാതൃകയെ സ്വീകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കാലം അതിൻ്റെ ജൈത്രയാത്രകൾ ഇങ്ങനെ പിന്നിടുമ്പോഴും പുതിയ സാധ്യതകളും പുതിയ വാതായനങ്ങളും മനുഷ്യന് ദൈവം തുറന്നു നൽകുന്നുണ്ട്. എന്നാൽ ദൈവവും മനുഷ്യനുമായും മനുഷ്യനും പ്രകൃതിയുമായും ഒക്കെയുള്ള ആത്മബന്ധം എത്രത്തോളം സൂക്ഷിക്കുവാൻ മനുഷ്യന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഓരോ മാരാമൺ കൺവെൻഷനും ഓരോ വിശ്വാസിയോടും ഈ പന്തലിനുള്ളിൽ വരുന്ന ഓരോ മനുഷ്യസ്നേഹിയോടും ദൈവിക ഹൃദയത്തിൻ്റെ പൂർണ്ണമായ ബോധ്യത്തെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുകയാണ്. നാഥൻ നൽകിയ ഈ പ്രകൃതിയെ പരിപാലിക്കുവാൻ, സംരക്ഷിക്കുവാൻ, അത് ദൈവിക ബോധത്തോടുകൂടി അത് ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവന് പറഞ്ഞു കൊടുക്കുവാൻ, അവരുടെ വേദനകളെ അറിയുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതാണ് ഉപരിപ്ലവമായതിൽ നിന്നും ഉദാത്തമായതിലേക്കുള്ള യാത്ര. 130ാമത് മാരാമൺ കൺവെൻഷൻ്റെ 3ാം ദിന കാഴ്ചകളിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നൂറ്റി 130ാമത് മാരാമൺ മഹായോഗത്തിൻ്റെ രാവിലെ 7:30 നടന്ന ബൈബിൾ ക്ലാസ്സിൽ റൈറ്റ് റവറൻ ഡോക്ടർ ഏബ്രഹാം മാർ പൗലോസ് എപ്പിസ്കോപ്പ തിരുമനസ്സുകൊണ്ട് അധ്യക്ഷത പദം അലങ്കരിക്കുകയും ഇന്നലെ നമ്മോട് ബൈബിൾ വചനം സംസാരിച്ച ബൈബിൾ ക്ലാസ്സുകൾക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ ജെറി പിള്ളൈ മുഖ്യ സന്ദേശം നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. In this Bible study this morning, I have tried to show you that we all as Christians need to rely on the presence and power of God's Holy Spirit. നാം ക്രിസ്തു വിശ്വാസികൾ എന്ന നിലയിൽ പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിനും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിനും നിശ്ചയമായും വിധേയപ്പെടേണ്ടവരാണ് എന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാനാണ് ഈ വേദപഠനത്തിലൂടെ ഞാൻ താല്പര്യപ്പെട്ടത്. Why? Because the Spirit helps us to confess that Jesus is Lord. എന്തുകൊണ്ടെന്നാൽ യേശുക്രിസ്തു കർത്താവ് എന്ന് വിശ്വസിക്കുവാനും ഏറ്റുപറയുവാനും നമുക്ക് ബലം നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. The Spirit brings us conviction of sin, righteousness and judgment. ന്യായവിധിയെപ്പറ്റിയും നീതിയെപ്പറ്റിയും പാപത്തെപ്പറ്റിയും നമുക്ക് യഥാർത്ഥ ബോധ്യം നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. The Spirit gives us comfort and counsel in time of need. നമ്മുടെ ആവശ്യഘട്ടങ്ങളിൽ നമുക്ക് കരുത്തും കരുതലും ബലവും നൽകുന്ന പരിശുദ്ധാത്മാവാണ്. The Spirit builds unity and helps us to fulfill the Great Commission. നമുക്ക് ഐക്യത്തിന്റെ അനുഭവങ്ങളിലേക്ക് നമ്മെ ചേർത്ത് നിർത്തുകയും കർത്താവ് നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന വലിയ നിയോഗം നിവർത്തിപ്പാൻ തക്കവണ്ണം നമ്മെ മുൻപോട്ട് നയിക്കുകയും ചെയ്യുന്നത് പരിശുദ്ധാത്മാവാണ്. Therefore the Apostle Paul calls us to walk in the Spirit. അതുകൊണ്ട് തന്നെ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ നമ്മോട് പറയുകയാണ്, നമ്മൾ ആത്മാവിൽ നടക്കുന്നവരായിരിക്കണമെന്ന്. To keep in step with the Spirit. ആത്മാവിന്റെ ചുവടുകളോടൊപ്പം ചുവടുവെക്കുന്നവരായിരിക്കണം ക്രിസ്തു വിശ്വാസി. And to be filled with the Spirit. ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ടവനാകണം ക്രിസ്തു വിശ്വാസി. വചനം വിതയ്ക്കപ്പെടുന്ന ഇടങ്ങളാണ് ശ്രേഷ്ഠമായി മാറുന്നത്. അത് മുള്ളിനിടയിലും പാറപ്പുറത്തും അല്ലാതെയും ഒക്കെ വീഴാം. എന്നാൽ നല്ല നിലത്ത് വീഴുന്ന വിത്താണ് 30, 60, 100 മേനിയായി ഫലം കൊയ്യുന്നത്. ഈ മണ്ണിൽ വിതച്ചതൊന്നും വിഫലമായിട്ടില്ല. നവീകരണത്തിൻ്റെ ഈറ്റില്ലമായ നവീകരണ സഭയായ മലങ്കര മാർത്തോമാ സുറിയാനി സഭ എന്നും വ്യത്യസ്തമായി നിൽക്കുന്നത് വചനാധിഷ്ഠിതമായ തുറന്ന വേദപുസ്തകത്തിൻ്റെ ആശയത്തോടു കൂടിയാണ്. 130ാമത് മാരാമൺ കൺവെൻഷൻ്റെ 3ാം ദിനത്തിലെ പ്രഭാതത്തിലെ യോഗം DS മാൻസിയുടെ ഗാനശുശ്രൂഷയോടുകൂടി ആരംഭിച്ചു. അതിനന്തരമായി റൈറ്റ് റവറൻ ഡോക്ടർ ഗ്രിഗോറിയോസ് മാർ സ്തേഫാനോസ് എപ്പിസ്കോപ്പ തിരുമേനി അധ്യക്ഷത പദം അലങ്കരിച്ച യോഗത്തിൽ ഇന്ന് മുഖ്യ സന്ദേശം നൽകി അനുഗ്രഹിച്ചത് ഡോക്ടർ രാജ്കുമാർ രാമചന്ദ്രനായിരുന്നു. In this world we are pursuing after so many things. ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ പല കാര്യങ്ങൾ, പല ആസ്തികൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടും. Everything is meaningless. എന്നാൽ അതെല്ലാം അർത്ഥശൂന്യമാണെന്ന് തോന്നുന്നു. Solomon wrote about that in the book of Ecclesiastes. അതുകൊണ്ട് തന്നെ സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു. The first few chapters.
ആദ്യത്തെ ചില അധ്യായങ്ങളിൽ everything is meaningless. അവിടെ പറയുന്നു സകലവും മായയാണ്. Riches is meaningless. സമ്പത്ത് അർത്ഥരഹിതമാണ്, മായയാണ്. Wisdom is meaningless. വിവേകം, ജ്ഞാനം എന്ന് പറയുന്നത് അർത്ഥരഹിതമാണ്. Pleasures are meaningless. ജീവിതത്തിന്റെ സന്തോഷങ്ങൾ അർത്ഥരഹിതമാണ്. Toil is meaningless. ജീവിതത്തിൽ നമ്മൾ അധ്വാനിക്കുന്നതും അർത്ഥരഹിതമാണ്. Advancement is meaningless. നമ്മൾ ജീവിതത്തിൽ മികവുള്ളവരായി തീരുന്നതും അർത്ഥരഹിതമാണ്. Finally comes the conclusion. അതിന്റെ അവസാനത്തിൽ ഇപ്രകാരം സംഗ്രഹിക്കുന്നു. 12th chapter verse 13. 12-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ Conclusion is, fear God, keep his commandments is the whole duty of man. അവിടെ പറയുന്നത് ദൈവത്തെ ഭയപ്പെടുക, അവന്റെ കൽപ്പനകളെ അനുസരിക്കുക, അതാണ് ജീവിതത്തിന്റെ ആകമാനമായ ലക്ഷ്യം. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. ഇന്ന് കൂടുമ്പോൾ ഇമ്പം നഷ്ടപ്പെടുന്ന കുടുംബങ്ങളാണ് ഏറെയും. സാമൂഹിക ക്രമങ്ങളിലെയും ലോകചര്യകളിലെയും ഒക്കെ സംഘർഷങ്ങൾക്കും സങ്കീർണതകൾക്കും ഏറ്റവും ആധാരമായി നിൽക്കുന്നത് കുടുംബബന്ധങ്ങളിൽ സംഭവിക്കുന്ന ശിഥിലീകരണമാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? മാരാമൺ കൺവെൻഷൻ എന്നും കുടുംബത്തിനും കുടുംബജീവിതത്തിൻ്റെയും പ്രാധാന്യത്തെ വിളിച്ചോതുന്ന കുടുംബവേദി മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കാറുണ്ട്. ഒരു സമൂഹത്തെ കെട്ടുറപ്പോടുകൂടി നിലനിർത്തുവാൻ മാരാമൺ കൺവെൻഷൻ വഹിക്കുന്ന ആ ഒരു പങ്ക് അത് വലുതു തന്നെയാണ്. 130ാമത് മാരാമൺ മഹായോഗത്തിലെ 3-ാം ദിനത്തിലെ ഉച്ചതിരിഞ്ഞത്തെ യോഗത്തിലും കുടുംബവേദി മീറ്റിങ്ങിന് വേണ്ടി പ്രത്യേക സമയം മാറ്റിവെക്കുകയുണ്ടായി. ഇന്നത്തെ കുടുംബവേദി മീറ്റിങ്ങിൽ റൈറ്റ് റവറൻ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പ തിരുമനസ്സുകൊണ്ട് അധ്യക്ഷത പദം അലങ്കരിക്കുകയും ഡോക്ടർ സിജിയ ബിനു മുഖ്യ സന്ദേശം നൽകി കുടുംബവേദിയെ ധന്യമാക്കുകയും ചെയ്തു. ജീവിത നൈപുണ്യമായിട്ടുള്ള തീരുമാനങ്ങളെ എടുക്കാനുള്ള കഴിവില്ലാത്ത യുവജനതയാണ് നമുക്കിന്നുള്ളത്. കാരണം എന്താണെന്നറിയാമോ? ഇവർക്ക് ഓവർ തിങ്കിങ് ആണ്. നമുക്ക് ഉണ്ടാവുന്ന ഒരു ദിവസം ഒരു മനുഷ്യന് ഏതാണ്ട് 60,000 തൊട്ട് 90,000 വരെ ചിന്തകൾ ഉണ്ടാകുമെന്നാണ് മനഃശാസ്ത്രം പറയുന്നത്. ഇന്ന് നമ്മളുടെ ചെറുപ്പക്കാരിലും ഇന്ന് നമ്മളുടെ പല ആളുകളിലും ഓവർ തിങ്കിങ് ആയി ലക്ഷക്കണക്കിന് ചിന്തകൾ വേണ്ടുന്നതിനും വേണ്ടാത്തതിനുമൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? എൻ്റെ കുടുംബം എന്നെ തീരുമാനമെടുക്കത്തക്ക രീതിയിൽ പ്രാപ്തിയുള്ളതാക്കി മാറ്റിയിട്ടില്ല, നല്ല തുടക്കങ്ങളെ തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു. അത് വിശ്വാസമില്ലാതെ വിധിക്ക് കാതോർത്തിരിക്കുന്ന കുടുംബങ്ങളിൽ, എന്നാൽ വിശ്വാസത്തിൽ അടിയുറച്ച കുടുംബങ്ങളിൽ തീരുമാനങ്ങൾ എപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ചായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ ഓവർ തിങ്കിങ്ങിന് സ്ഥാനമുണ്ടാകുകയില്ല. തീരുമാനങ്ങൾ വേണ്ട സമയത്ത് വേണ്ട പോലെ എടുക്കാനായിട്ട് സാധിക്കും. മാരാമൺ മഹായോഗത്തിലെ 3-ാം ദിനത്തിലെ ഇന്നത്തെ സായാഹ്ന യോഗം ഏറ്റവും ധന്യമായിരുന്നു. എല്ലാ യോഗങ്ങളിലും വചനം നമ്മോട് വല്ലാതെ ഹൃദ്യമായി ഇടപെടുന്നുണ്ട്. ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ ചില ചലനങ്ങൾ സൃഷ്ടിക്കുവാൻ ഈ മാരാമൺ മണപ്പുറത്തെ മണൽത്തരിയിൽ പോലും പ്രകമ്പനം കൊള്ളുന്ന ദൈവവചനത്തിൻ്റെ ഉൾക്കാമ്പുകൾ. ഇന്ന് 3-ാം ദിനത്തിൽ നടന്ന സായാഹ്ന യോഗത്തിൽ സക്കറിയാസ് മാർ അപ്രൈം എപ്പിസ്കോപ്പ തിരുമനസ്സുകൊണ്ട് അധ്യക്ഷത പദം അലങ്കരിക്കുകയും റൈറ്റ് റവറൻ ഡോക്ടർ മാത്യൂസ് മാർ മക്കാരിയോസ് എപ്പിസ്കോപ്പ തിരുമനസ്സുകൊണ്ട് മുഖ്യ സന്ദേശം നൽകി സായാഹ്ന യോഗത്തെ അനുഗ്രഹിക്കുകയും ചെയ്തു. ആത്മീയത ഒരുവൻ്റെ അകംപൊളിയലാണ്, അഹമില്ലാതാക്കുന്നതാണ്, ഞാനെന്ന ഭാവത്തെ ഇല്ലാതാക്കുന്നതാണ്. ആത്മീയത ഒരുവൻ്റെ അകംപൊളിയലാണ്. അത് നമ്മുടെ ഭൗതികമായിട്ടുള്ള സ്വപ്ന ലോകത്ത് നിന്ന് നമുക്ക് പോകേണ്ടുന്നതായിട്ടുള്ള ഇടത്തേക്ക് ദൈവസ്നേഹത്തിൻ്റെ ക്രിസ്തു സ്നേഹത്തിൻ്റെ പരിപരത്തെ യാഥാർത്ഥ്യങ്ങളിലേക്കുള്ള യാത്രയാണ്. സ്പിരിച്വാലിറ്റി ഇറ്റ് ഈസ് എ ജേർണി ഫ്രം സെൽഫ് ടു ഗോഡ് ആൻഡ് വിത്ത് ഗോഡ് ടു ദി വേൾഡ്. സ്വയത്തിൽ നിന്ന് ദൈവത്തെങ്കിലേക്കും ദൈവത്തോടുകൂടി ലോകത്തിലേക്കും ഉള്ള പ്രയാണം. ക്രിസ്പിൻ ജോസഫിൻ്റെ ഒരു മിനി കവിത ഇങ്ങനെയാണ്: പറവ പിറക്കുന്നത് പുഴുവിൽ നിന്ന്, പറവ പറക്കുന്നത് പുഴുവിലേക്ക്. നമ്മുടെ ജീവിതവും അതിൻ്റെ ആയുർദൈർഘ്യം ഒന്നും നമ്മുടെ കരങ്ങളിലല്ല. നാഥൻ നൽകിയിരിക്കുന്ന ഈ ആയുസ്സിൽ എന്താണ് ഈ ലോകത്തിൽ മാറ്റിവെക്കുവാനുള്ളത്? നാം ജീവിച്ചിരുന്നോ എന്നുള്ള ചോദ്യം നമ്മോട് വല്ലാതെ സംസാരിക്കുന്നുണ്ട്. ഈ ലോകത്തിൽ ചില ശേഷിപ്പുകൾ, ചില അവശേഷിപ്പുകളായി മാറുവാൻ സാധിക്കട്ടെ. നാം ഇവിടെ ജീവിച്ചിരുന്നു എന്നതിന് ചില തെളിവുകൾ ഉണ്ടാകട്ടെ. പറവ പിറക്കുന്നത് പുഴുവിൽ നിന്ന്, പറവ പറക്കുന്നത് പുഴുവിലേക്ക്. ആയുസ്സും അതിൻ്റെ നന്മകളും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാം. മാരാമൺ കൺവെൻഷൻ്റെ 3-ാം ദിനത്തിലെ കാഴ്ചകളുടെ പര്യവസാനിക്കുന്നതിലും പുതിയ ദിവസത്തെ പുതിയ കാഴ്ചകളും പുതിയ അനുഗ്രഹാശസ്സുകളുമായി നമുക്ക് ഒരുമിച്ച് പങ്കുചേരാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നന്ദി.